വയനാട്ടിലും റായ്ബറേലിയിലും ഒരേ സമയം വിജയിച്ച രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഒരു മണ്ഡലം നിലനിർത്തി മറ്റൊന്നിൽ നിന്ന് പിന്മാറിയേ മതിയാകൂ. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് റായ്ബറേലിയാണ് എന്നറിയുന്നു. അപ്പോൾ വയനാട്ടിലാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ആരാകും സ്ഥാനാർത്ഥി? AICC നേതൃത്വം പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത് എന്ന് ആദ്യം മുതലേ പറഞ്ഞു കേട്ടിരുന്നു. ഈ തീരുമാനം കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വിഭാഗീയത ഉണ്ടാക്കുമോ? കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ച് വിജയിക്കാൻ പ്രാപ്തരായ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ ഉത്തരേന്ത്യയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യങ്ങൾ ആദ്യം മുതലേ ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ് വയനാടെന്നും അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം തന്റെ സംരക്ഷണവും വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഈ ചോദ്യങ്ങളെ ചേർത്തു നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കരുത്തുറ്റ പ്രതിപക്ഷമായി പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിന് കരുത്തു പകരാൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പിന്മുറക്കാരിക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഒപ്പം നടന്ന പ്രിയങ്ക ഗാന്ധിയെ കണ്ടവരാണ് ഇന്ത്യൻ ജനത. ഇന്ത്യ ഒട്ടാകെ ഇളക്കിമറിക്കുന്ന തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ ചില നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുവാൻ ഒരു കൊടുങ്കാറ്റായി മുന്നിൽ നിന്നവളാണ് പ്രിയങ്ക. അതുകൊണ്ട് തന്നെ പറയാം, പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം AICC നേതൃത്വം എടുത്ത ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി ആര്, LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നതും പ്രസക്തമാകുന്നു. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക വരുമ്പോൾ ഭൂരിപക്ഷം കൂടുമോ അതോ കുറയുമോ? എന്തായാലും എതിർ സ്ഥാനാർത്ഥികൾ കൂടെ കളം നിറയട്ടെ, ജനാധിപത്യം പുലരട്ടെ.